ഹലോ, അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് കേട്ടോ. കാരണം നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ഇറങ്ങി മൂന്നാമത്തെ പോയിന്റിലോട്ട് പോവുകയാണ്. പക്ഷേ ഈ പോയിന്റ് കുറച്ച് അഡ്വഞ്ചറായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വഴി അത് മനസ്സിലാവുകയും ഭയങ്കര ചതുപ്പ് പോലത്തെ സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ചേട്ടനകത്ത് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ ഇങ്ങനെ തായി നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷെ അതെന്താണെന്ന് നമുക്ക് അങ്ങനെ ആദ്യം മനസ്സിലായില്ല. അതിനുശേഷം അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്കും മനസ്സിലാവും, ഇനി കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും കേട്ടോ എന്താണ് കാര്യം. വേറൊന്നുമല്ല, ഈ വണ്ടിയെല്ലാം കിടക്കുന്നത് കണ്ടോ. ഇപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന അതിൻ്റെ പുറകെ വണ്ടി വന്നിങ്ങനെ കിടക്കുവാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 50 മീറ്റർ ഉണ്ട്. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ നടന്നു പോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ, കാരണം നമ്മൾ ആദ്യമായിട്ട് വരുന്ന സ്ഥലമായതുകൊണ്ട് 50 മീറ്ററൊക്കെ നടന്ന് കയറാമെന്നൊന്നും പ്രശ്നമില്ല കേട്ടോ, ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു. കാര്യം എന്നാന്ന് മനസ്സിലായില്ലായിരുന്നു, എന്നാലും നമ്മൾ നടന്നോളാം എന്ന് പറഞ്ഞു. ഇത്രയും വണ്ടി കിടന്നപ്പോഴത്തേക്കും കയറാനുള്ള ആ ഒരു ക്യൂ കാരണമായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെയല്ല, കാര്യം ഇതാണ് കേട്ടോ. ഈ വണ്ടി അങ്ങ് പാഞ്ഞ് കയറിപ്പോയി. അതുപോലെ എല്ലാ വണ്ടിയും കയറി പോയില്ല എന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമേ. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഭാഗം ഫുള്ള് കുഴി പോലെയാണ് കിടക്കുന്നത്. ഒരു പോയിന്റിൽ കറക്റ്റായിട്ടല്ല വരുന്നതെന്നുണ്ടെങ്കിൽ ദാണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ അങ്ങ് ബ്രേക്ക് ആവും. ആ ബാക്കിലെ വീൽ അവിടെ ഒന്ന് തങ്ങിക്കിടക്കും. പിന്നെ എത്ര ശ്രമിച്ചിട്ടും മേലോട്ട് കയറണുണ്ടായില്ല. അതുമല്ല, പാസഞ്ചർ ഇല്ലാതെയാണ് വണ്ടി കയറുന്നതെന്നുണ്ടെങ്കിൽ കയറത്തില്ല എന്നാണ് വേറൊരു ചേട്ടൻ പറഞ്ഞത്. ഇതൊക്കെ നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷേ എനിക്കിതാണ് ഏറ്റവും വന്നതിൽ എനിക്ക് കണ്ടതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ്. ഈ വണ്ടി ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, മഡിൽ കൂടിയൊക്കെ റേസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ലൈഫ് ഫസ്റ്റാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഈ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒന്നല്ല രണ്ടല്ല, എനിക്ക് തോന്നുന്നു ഒരു 3-4 വട്ടം ഇങ്ങനെ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഞങ്ങൾ ബാക്കിൽ കൂടി വരുമ്പോഴത്തേക്കും ഒരു വണ്ടി അങ്ങ് ചീറിപ്പാഞ്ഞ് പോയേ. കണ്ണൻ്റെ കയ്യിലായിരുന്നു ഫോൺ ഇരുന്നത്. അവൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അത് എടുത്തിട്ടുണ്ടായില്ല. അതിങ്ങനെ ചെള്ളയൊക്കെ തെറിച്ച് ആ മഡെല്ലാം ഇങ്ങനെ ബാക്ക് സൈഡിൽ കൂടി തെറിച്ച് നമ്മുടെ മേത്തും കൂടി വീണു. ആ രീതിയിൽ റേസായിട്ട് അങ്ങ് കയറിപ്പോയത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ എടുത്തത് കേട്ടോ. പക്ഷേ ഇത് കുറേ പ്രാവശ്യം കേട്ടോ. അവസാനം ഞാൻ തന്നെ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, ഇതുപോലെ നടക്കുമോ എന്നുള്ള രീതിയിലായി. അപ്പോൾ ആ ചേട്ടനാണെങ്കിലും കുറച്ച് ഇങ്ങനെ ഈഗോ ഹർട്ടാകുമല്ലോ. എന്നുവെച്ചാൽ നമുക്കൊരു എന്താ പറയുക, ഒരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം. കാരണം അവിടെ കാണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവസാനം കയറിയതായിട്ട് കയറി കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഒരു 10-20 പേര് കാണികൾ തന്നെയുണ്ട് വണ്ടി കയറുന്ന കാണാൻ വേണ്ടി. കാരണം ഇവൻ്റെ വണ്ടി കയറാഞ്ഞപ്പോഴത്തേക്കേ ഭയങ്കരമായിട്ട് ആൾക്കാരെല്ലാം കൂടി. പിന്നെ കയറിയ സമയത്ത് നല്ല സെറ്റായി കേട്ടോ. കാരണം കുറച്ച് സമാധാനമായി നമുക്കും. ഇതാണ് നമ്മൾ വന്ന മൂന്നാമത്തെ സ്ഥലം. ഇത് നമ്മുടെ ഇടുക്കിയുടെ ഇടുക്കി ഡാമിൻ്റെ ബാക്ക് സൈഡാണെന്ന് പറഞ്ഞിട്ടാണ് കാണാൻ വന്നത്. ഇതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ വഴിയെ ഞാൻ വീഡിയോസ് എല്ലാം ഇടാം, നിങ്ങൾ കാണാണ്ടിരിക്കല്ലേ, കാണാൻ മറക്കരുത്. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.